എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വേണി ഒരുങ്ങിയിരിക്കുകയാണ് പുറത്തു പോകാനായിട്ട്. അപ്പൊ ആദർശിനി വന്നാലും കൂടെ മതി. ഈ സമയത്ത് മുത്തശ്ശിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മുത്തശ്ശി, കൊള്ളാവെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, കുഴപ്പമില്ല, സുന്ദരിയായിട്ടാണെന്ന് പറയാണ്. പിന്നീട് വേണി എന്ത് ചെയ്യാണ്, മുത്തശ്ശിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇക്കിളിയൊക്കെ ഇടുന്നുണ്ട്. മുത്തശ്ശിയുടെ മനസ്സിലെ ആ ടെൻഷൻ, ഗൗരിയോട് താനും വലിയ ഏതോ അപരാധം ചെയ്യുന്ന മട്ടിലാണ് മുത്തശ്ശിയുടെ മനസ്സിലുള്ളത്. അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മുത്തശ്ശിനെ ഒന്ന് ഇക്കിളിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ദേ മുത്തശ്ശി, ഞാൻ ചെയ്ത എന്താണെന്ന് മുത്തശ്ശി ഇപ്പം മനസ്സിലാവില്ല, പക്ഷേങ്കിൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ താന്നു കൊടുക്കണം, എങ്കിൽ മാത്രം നമ്മൾ വിജയിക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് മുത്തശ്ശിക്ക് വേണിയുടെ ഈ സംസാരവും വേണിയുടെ പെരുമാറ്റമെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേണിയെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശി. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വേണിമോളെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയാവോ. ഇപ്പം മുമ്പ് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പം നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേണി ആദർശിനെ വിളിക്കുകയാണ്. ആദർശ് വിളിച്ചിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ആദർശോട്, നീ ധൈര്യമായിട്ടിരുന്നോ വേണി, ഞാൻ ഉച്ചയാകുമ്പത്തിനോട് ഇറങ്ങും, കൂടിപ്പോയാൽ അരമണിക്കൂർ, അതിനുള്ളിൽ എൻ്റെ ജോലികളൊക്കെ തീരും, അപ്പം ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണേ. അതെ, ഞാനിവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ ആദർശേട്ടാ, പെട്ടെന്ന് പറഞ്ഞോന്ന് പറയാം. ഓക്കെ, ഞാൻ സമ്മതിച്ചു എന്ന് പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ശിവരഞ്ജിനെ കടന്നു വരുന്നത്. ശിവരഞ്ജന് പറഞ്ഞിട്ട്, ആദർശേട്ടൻ തിരക്കിലാണോ എനിക്ക്? അല്ല എന്താ, ഞാൻ എനിക്ക് നേരത്തെ പോകണം, അതുകൊണ്ട് പോവാൻ റെഡി ആവുമായിരുന്നു പറയാം. ആദർശേട്ടാ, എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്കേ ഇത് ഞാൻ ചെയ്യുന്ന വർക്കങ്ങ് ശരിയാവുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നില്ല. ഇന്നാണെങ്കിൽ ഒരു വർക്ക് തന്നിട്ടുണ്ട്, അത് വൈകിട്ട് അതിനു മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയണം. അല്ല, നിനക്ക് എന്താ അറിയത്തില്ലാത്ത? എന്താ രഞ്ജു, നീ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. അതെ, ഈ ലോണിന്റെ ഈ റിക്കവറിയുടെ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ലെന്ന് പറയാം. ഇതാണോ? ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ നിന്നെ ആരെ ഏൽപ്പിച്ച? ഇതിപ്പം നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളല്ല, നീ ട്രെയിൻ ചെയ്യാനല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും വലിയ വർക്കുകളൊക്കെ നീ ചെയ്യാറായിട്ടില്ല, അത് പതുക്കെ പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഇത് നിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പിന്നീട് നീ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ്. പിന്നെ ആദർശ് ഇരുന്നിട്ട് ശിവരഞ്ജിനിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ശിവരഞ്ജിനി ഇങ്ങനെ ആദർശിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധാമണി തങ്കച്ചി വേലക്കാരനെ വിളിക്കണം. വേലക്കാരനെ വിളിച്ചിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കും. ഇതെന്താ കൊച്ചും പൈസ? എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ചോദിക്കാതെ തന്നെ കൊച്ചും പൈസ തരുന്നല്ലേ, ഇപ്പം എനിക്ക് ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം. പിന്നെ കൊച്ചുമ്പോൾ തന്നല്ലേ എൻ്റെ മോളുടെ ഫീസിന് ഉപകരിക്കും എന്ന് പറയാണ്. ഈ പൈസ ഇപ്പം എന്തിനാണെന്നറിയാമോ നിനക്ക്? ഇതോടുകൂടി നിന്റെ കണക്കുകളൊക്കെ ക്ലോസ് ചെയ്ത് നിന്നെ പിരിച്ചുവിടാനെന്നറിയാം. പിരിച്ചുവിടാൻ എങ്ങോട്ട്? ഇന്നത്തോടുകൂടി നിന്റെ സേവനം ഇവിടെ ഞാൻ മതിയാക്കിയേക്കുക. ഇപ്പൊ നീ ആ ഗൗരിയുടെ കൂടെയല്ലേ നിൽക്കുന്നേ, എന്നെ നിനക്കിപ്പോ വേണ്ട, അവളുടെ കൂടെ കൂടിയിട്ട് എനിക്കിട്ട് പണി തരുമല്ലേ. കഴിഞ്ഞ ദിവസം ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പൊ നിനക്ക് അവളെ മതി. ഒരു കാര്യം ചെയ്യ, അവളെ സേവിക്കുന്ന ഇവിടെ ആരെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ആൾക്കാർ ആരും ഇവിടെ ഉണ്ടോ ഞാൻ നോക്കട്ടെ, നിന്റെ സേവനം മതി എന്ന് പറയാം. പെട്ടെന്ന് പുള്ളിക്കാരത്തി, ഇതെങ്ങനെ ശരിയാകും കൊച്ചമ്മേ? എത്ര കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക, കൊച്ചമ്മയ്ക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്രയും കാലം ഞാൻ കൊച്ചമ്മയുടെ കൂടെയല്ലേ നിന്നേക്കുന്നേ, ഞാൻ അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം. നീ കൂടുതലൊന്നും വാചകം അടിക്കണ്ട, നീ പൈസ വാങ്ങിച്ചിട്ട് എത്ര പെട്ടെന്ന് പോകാൻ നോക്കാൻ വേണം. ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും കൊച്ചമ്മേ? എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയാലോ. എൻ്റെ വീട്ടിലാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന ഭർത്താവും ഒരു പെങ്കൊച്ചും, അവൾക്ക് എങ്ങനെ ഫീസ് കൊടുക്കണം, പഠിപ്പിക്കണം, കൊച്ചമ്മയ്ക്ക് അറിയാലോ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ജോലി പയ്യൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നീയേ ഒരു കാര്യം ചെയ്യേ, പൈസ ഇവിടെ സ്റ്റാൻഡ് വിടാൻ നോക്ക്, അല്ലെങ്കിലേ ഇവിടെ നിന്നിട്ടാണ് ഇനി ഞാൻ വല്ലതൊക്കെ ചെയ്തു പോകുന്നു പറയണം. ദേഷ്യപ്പെട്ട് തങ്കച്ച് അവിടെ അകത്തേക്ക് കയറി പോകണം. വേലക്കാരിക്ക് ആ പാടെ സങ്കടം വന്നുപോയി. പുള്ളിക്കാരത്തി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു. പിന്നീട് സങ്കടപ്പെട്ട് അകത്തേക്ക് പോയി ബായൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്താണ് ഗൗരി അങ്ങോട്ട് വരുന്നത്. ഗൗരി എന്ന് വെച്ച്, എന്താ ഇതെന്താ ചേച്ചി ബായൊക്കെ പായ്ക്കുന്നത്, ഇത് എങ്ങോട്ട് പോകാന്ന് ചോദിച്ചു. ഞാൻ പോവാന്ന് പറയാം. പോവുക എങ്ങോട്ട്? എന്നോട് ഇനി ഇവിടെ ജോലിക്ക് നിൽക്കണ്ടെന്നാ കൊച്ചമ്മ പറഞ്ഞത്. എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എന്താ കാരണം ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എന്തോ വലിയ അപരാധം ചെയ്യുന്ന മട്ടിലാണ് സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് തരാനുള്ള ശമ്പളം തന്നിട്ട് പറഞ്ഞു വിടുകയെന്നാണ്. അതാണോ? ചേച്ചി ഇവിടെ നിൽക്കുക, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാൻ. വേണ്ട, ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി കൊച്ചമ്മ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറില്ല, വെറുതെ പോയി നാണം കണ്ടാന്ന് പറയാം. ചേച്ചിയും കൂടെ വാ, ഞാൻ പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഗൗരി നേരെ വേലക്കാരുടെ കൈയും പിടിച്ച് തങ്കച്ചിയുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലുവാണ്. തങ്കച്ചിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും തങ്കച്ചി ചോദിച്ചാൽ, അമ്മ പറഞ്ഞോ ചേച്ചിയോട് പോകാനായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതെന്താ അമ്മ, എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ? എത്രയോ കാലങ്ങളായിട്ട് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇവരിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്നൊരു ജോലി കിട്ടുമോ? ഇവരുടെ കുടുംബത്തിലെ കാര്യം തന്നെ ഓർത്തു വെക്കേ. ഒരു പെങ്കൊച്ച് അതിനെ പഠിപ്പിക്കണം,
വയ്യാതെ കിടക്കുന്ന ചേട്ടൻ, അതിന് മരുന്ന് വാങ്ങണം, എല്ലാത്തിനും കൂടെ എന്നെ എവിടുന്ന പൈസ? ഒരു ജോലി കിട്ടി വരുന്നതിന് ഇനിയും താമസം വരില്ലെന്ന് ചോദിക്കണം. ജോലി കിട്ടാനാണ് ബുദ്ധിമുട്ട്. അടുക്കള പണിക്ക് എവിടെയും കിട്ടും. അടുക്കളപ്പണി ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് ജോലി കിട്ടും. നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഗൗരി എന്ന് പറയണം. എന്നാലും അത് ശരിയാണോ? നമ്മൾ പറഞ്ഞു വിടുന്നത് ശരിയാണോ? അപ്പോൾ ചേച്ചി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. അവസാനം തങ്കച്ചിക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. തങ്കച്ചി പറഞ്ഞു ശരി ശരി, ഈ ഒരു തവണത്തേക്ക് ഞാനിവിടെ നിർത്തുക. പക്ഷെ കാര്യമുണ്ട്, ഇനി ഇവിടെ എന്തായാലും നൂലാമലകൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല, പക്ഷെ നിന്നോടെ ചോദിക്കുള്ളൂ. അതിന് പൂർണ്ണ ഉത്തരവാദിത്തം നിനക്കായിരിക്കും എന്ന് പറയണം എന്ന് പറഞ്ഞ് തങ്കച്ചി അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ഗൗരിയോട് നേരെ കൈ കൂപ്പിക്കൊണ്ട് വേലക്കാരി പറഞ്ഞു, ഗൗരി മാഡം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകേണ്ട വന്നേനം. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനി മുതൽ എൻ്റെ കൊച്ചമ്മാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളാന്ന് പറയാണ്. മോള് പറയുന്നതിന് ഞാൻ അനുസരിക്കോളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഗൗരി ഒന്നും ഇടാതെ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന വേണി ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ആദർശിനെ. ആദർശ് കോൾ എടുക്കുന്നില്ല, കട്ട് ചെയ്തോണ്ടിരിക്കുക. ആദർശ് ശിവരഞ്ജനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ലോണിന് റിക്കവറിനെ കുറിച്ച് ബാലൻസ് ഷീറ്റും അതെല്ലാം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തിക്ക് അത്ര പെട്ടെന്നൊന്നും ക്യാച്ച് ആവുന്നില്ല. പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കുറെ സമയം കഴിഞ്ഞ് പറഞ്ഞു, അതെ നീ ചെയ്യൂട്ടോ, ഞാനിന്ന് വെള്ളം കുടിച്ചിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകണം. ഈ സമയത്താണ് വീണ്ടും വേണി വിളിക്കുന്നത്. വേണി വിളിച്ചിട്ട് ആദർശേട്ടൻ എവിടെയാന്ന് ചോദിക്കണം. അല്ല ഞാൻ ബാങ്കിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോഴേ എനിക്കൊരു സമാധാനം ഇത്. ഇത്ര സമയം കാണാനിരുന്നപ്പോൾ ഞാൻ ഒത്തിരി പോകുന്ന വഴിക്ക് വല്ല ആപത്തെന്തെങ്കിലും സംഭവിച്ചോ, അതാണ് ഇവിടെ എത്താത്തെന്ന്. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. ആകെപ്പാ ടെൻഷനായി പോയെന്നില്ല. എനിക്കൊരു കുഴപ്പമില്ലെന്നില്ല. അല്ല ആദർശേട്ടൻ ഇതിലോട്ട് ഇറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇറങ്ങിയില്ല വേണി, വെറണാങ്ങാന്ന് ഓർത്തിരുന്ന. അപ്പം അർജന്റായിട്ട് വർക്ക് വന്നേ, അത് വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കണ്ടെന്ന്. ആദർശേട്ടൻ എന്ത് പരിപാടി പറയണേ? ആദർശേട്ടൻ വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഒരുങ്ങിയിരുന്നേ. ഒരു വാക്ക് പറയായിരുന്നു ഞാൻ ഒരുങ്ങുമായിരുന്നോ? ഞാൻ ആദർശേട്ടനോട് ചോദിച്ചല്ലേ റെഡിയായെന്ന് ചോദിക്കണം. വേണി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. ഇനി ആദർശേട്ടൻ കൂടാനൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആദർശേട്ടൻ വരായിരുന്നോണ്ടേ. വരണ്ട, അവിടെ തന്നെ ബാങ്കും കെട്ടിപ്പിടിച്ചിരുന്നോളാം പറയണം. വേണി ഇങ്ങനെയൊന്നും പറയരുത്, നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ വേണി ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. വേണിയുടെ മനസ്സിലാണെങ്കിൽ തന്നെ പറഞ്ഞു പറ്റിച്ചു എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. വരത്തില്ലെങ്കിൽ ആദർശേട്ടൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ ഇങ്ങനെ മോഹിപ്പിക്കണ്ടായിരുന്നു എന്നെ എന്ന് പറയണം. അവസാനം ലാസ്റ്റ് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് ദേഷ്യപ്പെട്ട് വേണി പറഞ്ഞു, ആരും വരുകയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് അറിയാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോണും കെട്ടിയോണ്ടും കൂടെ പോവാണ്. ഈ സമയത്ത് ശിവരഞ്ജനെ അങ്ങോട്ട് വന്നായിരുന്നു. ശിവരഞ്ജനെ കേട്ടു വേണി പറയുന്ന കാര്യം. അപ്പം മനസ്സിലായി ആദർശേൻ്റെ ഭാര്യയാണ് വിളിക്കുന്നതെന്നൊക്കെ. പിന്നീട് ആദർശ് ഫോൺ കട്ട് ചെയ്തപ്പോൾ ശിവരഞ്ജന് ഓടിപ്പോയി തന്നെ ക്യാബിനിലേക്ക് ഇരിക്കുകയാണ്. പിന്നീട് സങ്കടപ്പെട്ടാണ് ആദർശ് വന്ന് തൻ്റെ ക്യാബിനിലെ ചെയറിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ശിവരഞ്ജന് വന്നിട്ട് പറഞ്ഞു, സോറി ആദർശേട്ടൻ എന്ന്. അല്ല എന്തിനാ സോറി പറയണേ? ഞാൻ കാരണം ഇന്ന് ഭാര്യയുടെ വായിന്ന് ചീത്ത കേട്ടല്ലേന്ന് ചോദിക്കണം. ഓ അതോ, അതൊക്കെ സ്ഥിരമുള്ള. ഞാനൊന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, അവൾ സോൾവ് ആയിക്കോളും എന്ന് പറയാം. എന്നാലും ഞാൻ കാരണം അതൊന്നും ഇല്ലടോ, ഇന്ന് പുറത്തു കൊണ്ടാന്ന് പറഞ്ഞായിരുന്നു അവളെ, അതുകൊണ്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ ഇത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം. പെട്ടെന്ന് ശിവരഞ്ജന പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇത്ര ഒരാൾ പ്രയോറിറ്റി തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് സന്തോഷമായ ആദർശേട്ടൻ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. പിന്നീട് ആദർശ് വീണ്ടും വന്നിട്ട് ആദർശ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേക്ക് ഇരിക്കുമായിരുന്നു. ഈ സമയം വേണിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വേണിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത്ര സമയമായിട്ട് ആദർശ് വന്നിട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദിനിയമ്മ ഉള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്താ ഈ ചായ കുടിക്കാൻ പറയണേ? വേണ്ടാന്ന് പറയണേ. കുടിക്ക് വേണിമോളെ, എന്താ നീ ഇങ്ങനെ? വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മേ, എനിക്ക് വേണ്ടാത്തോണ്ടാന്ന്. പോവാത്തതിന്റെ സങ്കടമാണ്. എന്തിന്? എനിക്ക് പോവാത്തതിന്റെ സങ്കടമൊന്നുമില്ല. നന്ദിയമ്മ കേട്ടില്ല, ആന കൊടുത്താൽ ആശ കൊടുക്കരുതെന്ന്. അതേപോലെ എനിക്ക് ഒറ്റയിരുന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നിട്ട് കൊണ്ടായിരിക്കുമ്പോഴുള്ള ആ വിഷമം ഉണ്ടല്ലോ, അത് വല്ലാത്ത ബുദ്ധിമുട്ടാ. എനിക്ക് വേണ്ട. നന്ദിയമ്മ കൊണ്ടുപോകോളാൻ പറയണേ. അതെ ആദർശ് അവിടെ വന്ന് ഇരിപ്പുണ്ടെന്ന് പറയണം. വന്നിരിക്കട്ടെ, ഞാനിപ്പോൾ വേണം താലമായിട്ട് ചെല്ലണോ? അങ്ങനെ അവിടെ എവിടെയെങ്കിലും വന്നിരിക്കട്ടെ, പോയാലോ വന്നാലോ എനിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വേണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.